ഹലോ ഓൾ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ ഗ്രാൻഡ് സണ്ണും തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷനാണ്. ഗ്രാൻഡ് ഫാദർ ചോദിക്കുകയാണ്, കറണ്ട് പോയില്ല, ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോഴത്തേക്കും ഗ്രാൻഡ് സൺ പറയുകയാണ്, അവിടെ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യൂ ഗ്രാൻഡ് പാ എന്ന് പറയുകയാണ് അല്ലേ. അപ്പം വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദർ ഈസ് എ പവർ ഫെയിലിയർ? കറണ്ട് പോകുന്ന സമയങ്ങളിൽ നമ്മൾ യൂഷ്വലി നമ്മുടെ വീടുകളിൽ എന്തിനെയായിരിക്കും ആശ്രയിക്കുന്നത്? നമുക്കറിയാമല്ലേ, തീർച്ചയായിട്ടും നമ്മളെന്താണ് ഫ്ലാഷ് ലൈറ്റ്സ് അല്ലെങ്കിൽ ടോർച്ചസ് ഒക്കെ യൂസ് ചെയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെക്കാറുണ്ട്, എമർജൻസി ലാംപ്സ് കത്തിക്കാറുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫ്ലാഷ്. ആദ്യം നമ്മൾ എടുക്കുന്നത് മൊബൈൽ ഫ്ലാഷുകളായിരിക്കും, അല്ലെങ്കിൽ സോളാർ പവർ സപ്ലൈസ് ഉണ്ട് അല്ലേ. ഇപ്പം സോളാർ പവേർഡായിട്ടുള്ള എന്താണ് ബൾബുകളും ട്യൂബുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ജനറേറ്ററോ ഇൻവെർട്ടറോ ഉള്ള വീടുകളിലാണെങ്കിൽ ഇതൊന്നും എന്താ പറയുക അത്രമാത്രം ബാധിക്കുന്നതുമല്ല പവർ കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡു യു ഹാവ് ആൻ എമർജൻസി ലാമ്പ് അറ്റ് യുവർ ഹോം? നിങ്ങളുടെ വീടുകളിലുണ്ടോ ഒരു എമർജൻസി ലാമ്പ്? എന്നാൽ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ എമർജൻസി ലാമ്പ് എന്ന് പറയുന്നത്. ഈ എമർജൻസി ലാമ്പിൽ നമുക്കൊന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അതിന് അപ്പം അവിടെ ഒരു ആഡ് കാണിച്ചിട്ടുണ്ട്, മേക്ക് ആൻ എമർജൻസി ലാമ്പ്. വാവ്, വാട്ട് എ ഗുഡ് ഐഡിയ. വാട്ട് തിങ്സ് ആർ നീഡഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ് അല്ലേ. എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നിങ്ങൾക്കറിയോ? അപ്പം അതിന് ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൗ വിൽ വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ടു മേക്ക് ദ എമർജൻസി ലാമ്പ് വർക്ക്? ഇലക്ട്രിസിറ്റി, അതായത് എമർജൻസി ലാമ്പ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിസിറ്റി എവിടെ നിന്നായിരിക്കും നമുക്ക് ലഭിക്കുക? വി വിൽ യൂസ് എ ബാറ്ററി അല്ലേ. ബാറ്ററിയാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. എന്തിൽ? എമർജൻസി ലാമ്പുകളിൽ പൊതുവെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോണ്ട് ബി നീഡ് എ ബൾബ് ടു ഗെറ്റ് ലൈറ്റ് അല്ലേ. അതിനൊരു ഈ ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ അത് തെളിയാനായിട്ട് ലാമ്പിലൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് തെളിയത്തുള്ളൂ അല്ലേ. യെസ്, വി ഡെഫിനറ്റ്ലി നീഡ് എ സ്മോൾ ബൾബ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് LED ബൾബ്സാണ് കൂടുതലും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? എമർജൻസി ലാമ്പുകളിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഹൗ വിൽ വി കണക്ട് ഈച്ച് പാർട്ട് അല്ലേ. നമുക്കിപ്പോൾ ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ബൾബും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്? വി വിൽ യൂസ് വയേഴ്സ് ടു കണക്ട് ദ ബാറ്ററി ടു ദ ബൾബ്. വൺ വയർ ഗോസ് ഫ്രം ദ പോസിറ്റീവ് സൈഡ് ഓഫ് ദ ബാറ്ററി ടു ദ ബൾബ് ആൻഡ് അനദർ വയർ ഫ്രം ദ ബൾബ് ബാക്ക് ടു ദ നെഗറ്റീവ് സൈഡ് ഓഫ് ദി ബാറ്ററി, മേക്കിംഗ് എ കംപ്ലീറ്റ് സർക്യൂട്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബാറ്ററിയും ബൾബും എടുക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് ഓഫ് ദി ബാറ്ററി എന്ത് ചെയ്യുന്നു? ടു ദ ബൾബും, അതുപോലെ തന്നെ അനദർ വയർ എടുത്തിട്ട് ബൾബിൻ്റെ നെഗറ്റീവ് സൈഡ് ഓഫ് ദി ബാറ്ററിയോട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഈ ബൾബും ബാറ്ററിയും ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ വയേഴ്സും ഒക്കെ കൂടുന്നതാണ് ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് ഇലക്ട്രിക് ലാമ്പ് അല്ലെങ്കിൽ എമർജൻസി ലാമ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും അല്ലേ, അതിനൊരു ടെക്സ്ചറുണ്ട്, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക കാർഡ്ബോർഡ് ബോക്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ വുഡോ ഒക്കെ ചേർത്ത് വെച്ചിട്ടൊരു സ്ട്രെച്ചേർഡ് ഫോമിലോട്ട് നമുക്കതിനെ മാറ്റേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. എന്താണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കാർഡ്ബോർഡ്സോ വുഡ്സോ ഒക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ തിക്ക് വയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്കൊരു സ്റ്റാൻഡ് പോലെ ഇതിനെ എന്ത് ചെയ്യാൻ മാറ്റാനായിട്ട് സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജിയാണ് അല്ലേ. എനർജിയാണ്, ഇലക്ട്രിക് എനർജി. അതാണ് നമ്മൾ എന്താണ് ലൈറ്റായിട്ടും ഒക്കെ യൂസ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മുടെ ഇലക്ട്രിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡിവൈസസിൻ്റെ ഫോട്ടോസാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ് സെല്ലുണ്ട്, അതുപോലെ തന്നെ ബാറ്ററീസ് ഉണ്ട്, സോളാറുണ്ട്, അങ്ങനെയുള്ള പല ഡിവൈസസ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് യു നോ ദാറ്റ് ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ്, സോളാർ സെൽസ് എക്സെട്ര ആർ ദ ഡിവൈസസ് ദാറ്റ്
provide electricity. Devices that provide electricity are termed as source of electricity. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് എവിടെ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നു അവയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതെന്താവാം, ഇലക്ട്രിക് സെൽസ്, ബാറ്ററീസ്, സോളാർ സെൽസ്, ജനറേറ്റർ, ഇവ ഏത് വേണമെങ്കിലും ആകാം. ഓർത്തിരിക്കുക, ജനറേറ്ററോ സെല്ലോ സോളാർ സെൽസോ ഒക്കെ ആകാം. എന്ത് തന്നെയായാലും നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്ന ഏത് ഉപകരണത്തിനെയും നമ്മൾ എന്തിന് പറയുന്നു, ഏത് ഡിവൈസിനെയും നമ്മൾ എന്ത് പറയുന്നു, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കണ്ടൻറ്റ് ഓർത്തിരിക്കുക. ആൻഡ് you have learned that electric cells are devices that can convert chemical energy into electrical energy. അപ്പം ഇലക്ട്രിക് സെൽസ് എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഡിവൈസസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് സെൽസ് എന്ന് പറയുന്നത്. അല്ലേ, ഒരു ബാറ്ററിയിൽ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്, അവിടെ കെമിക്കൽ എനർജീനെ എന്ത് എനർജിയിലൂടെ കൺവേർട്ട് ചെയ്യുന്നു, തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഈസ് സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി ഇൻ ദം. ദിസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി വെൻ വി യൂസ് ഇറ്റ്. യൂസ് ചെയ്യുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ കണ്ടൻറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റീസ് പറഞ്ഞു. ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ് നമ്മൾ പിക്ചർ കൊടുത്ത് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്താണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കെമിക്കൽ കൺവേർഷൻ ടു ഇലക്ട്രിക്കൽ എനർജിയാണ് ഇലക്ട്രിക് സെൽസിൽ നടക്കുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, സെൽസ് ആൻഡ് ബാറ്ററീസാണ്. ഓക്കെ, നിങ്ങൾ സെല്ലെന്നും ബാറ്ററിയെന്നുമൊക്കെ ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് തവണ കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്കറിയോ എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്ന്? അല്ലേ, നമ്മൾ എല്ലാവരും ടോർച്ചിലും അല്ലെങ്കിൽ ക്ലോക്കിലും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളതിനെ പൊതുവെ ബാറ്ററി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അതിനകത്തെ ഒരു സിംഗിൾ പീസിനെ നമ്മൾ വിളിക്കുന്നത് സെൽ എന്നാണ്. എന്നാൽ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്ലോക്കുകളിലും അതുപോലെ തന്നെ എവിടെയാണ് റിമോട്ടുകളിലുമൊക്കെ നമ്മൾ 2 സെല്ലുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. 2 സെല്ലുകൾ കൂടി ചേരുമ്പോഴാണ് എന്താവുന്നത്, ബാറ്ററി ആയിട്ട് മാറുന്നത്. ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്, 2 സെല്ലുകളുടെ കോമ്പിനേഷനാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി പിക്ചർ കാണിച്ചിട്ടുണ്ട്. 2 സെൽസ് കണക്ട് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, ഒരു കംപ്ലീറ്റ് ബാറ്ററി ഉണ്ടാവുന്നത്. ആൻഡ് നമുക്ക് എങ്ങനെയാണ് ഈ ബാറ്ററീസ്, അതായത് കണക്ഷൻ, ഇതിൻ്റെ 2 ബാറ്ററീസ് തമ്മിൽ എങ്ങനെയാണ് 2 സെൽസ് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ബാറ്ററി എന്ന ഫോമിലോട്ടാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ആൻഡ് വിച്ച് വൺ വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് ഏത് കണക്ഷനിലാണ്, അതായത് ABC എന്ന് പറയുന്നുള്ള 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ഓപ്ഷൻസിൽ ഏത് കണക്ഷനിലാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആവുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പം ഒന്നാമത്തെ A എന്ന് പറയുന്ന പിക്ചറിനകത്ത് എന്താണ്, നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവ് സൈഡുമുണ്ട്. പോസിറ്റീവിനെ അനദർ സെല്ലിൻ്റെ നെഗറ്റീവിലോട്ട്, ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് അനദർ സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണോ, അല്ല, ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് അനദർ സെല്ലിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. വ്യക്തമാണല്ലോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ബിയിലാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് തന്നെയാണ് കണക്ഷൻ പോയിരിക്കുന്നത്. അത് കഴിയുമ്പം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോഴത്തേക്കും ഇലക്ട്രിക് ചാർജസ് കണ്ടക്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ലല്ലേ. തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ ഇതിന് മുകളിലത്തെ പിക്ചറിലാണെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന എവിടെ നിന്നാണ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടോ അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടോ. ഓപ്ഷൻ എയിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. 2 സെല്ലുകളാണ് അവിടെ ഉള്ളത്, അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. 2 സെല്ലിൻ്റെ സീരീസ് ഫോർമാറ്റ്, അതായത് ഇങ്ങനെ നേർപാതയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് മറ്റൊരു സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുമ്പം അതിനെ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നു. അതിവിടെ 2 സെല്ലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നോക്കുമ്പോഴത്തേക്കും എന്താണ്, ഒരു സെല്ലിൻ്റെ
പോസിറ്റീവ് മറ്റൊരു സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് തന്നെയല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോ ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അവിടെ ഒരു നൾ കണക്ഷനായിട്ട് പോകുന്നു. അപ്പം ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അവിടെയും ആകെപ്പാടെ എന്താണ്, ഇവിടെ 3 സെല്ലുകളാണല്ലേ ബിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മറ്റേ അറ്റത്ത് രണ്ടാമത്തെ സെല്ലിൻ്റെ മറുവശത്ത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ്, തേർഡ് സെല്ലിൻ്റെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം അവിടെയും 2 സെല്ലിൻ്റെ ഇലക്ട്രിക് കറൻറ്റ് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിലോ എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ലേ. ഒന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും രണ്ടാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് മൂന്നാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 സെല്ലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുമുണ്ട് അല്ലേ. എയിൽ 2 സെല്ലുകൾ, ബിയിൽ വർക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക് കറൻറ്റിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന, അതായത് നൾ കറൻറ്റ് ഒഴിവാക്കുന്നത് 2 ഇതും, അതുപോലെ തന്നെ 2 സെല്ലുകളും. അതുപോലെ തന്നെ സിയിൽ വരുമ്പോഴത്തേക്കും അവിടെ 3 സെല്ലുകൾ പ്രോപ്പറായിട്ട് ഇലക്ട്രിക് കറൻറ്റ് പാസ് ചെയ്യപ്പെടുന്നുമുണ്ട്. മനസ്സിലായല്ലോ, ബിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. രണ്ടും പോസിറ്റീവ് അഗ്രങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് അവിടെ ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോ ചെയ്യാത്തത്. ഓക്കെ. ആൻഡ് ആ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവ് സൈഡിനെ മൂന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ സൈഡിൽ കൂടെയുള്ള ഒരു കറൻറ്റ് ഫ്ലോ ഉണ്ടാവുന്നുമുണ്ട്. ഓക്കെ. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചോദ്യം എന്തായിരുന്നു, വിച്ച് വൺ വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി, ഏതായിരിക്കും, ഏത് സെല്ലുകളാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സി ആയിരിക്കും അല്ലേ. തീർച്ചയായിട്ടും സി കൂടെയാണ് മോർ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നത്. സീരീസ് കോമ്പിനേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 സെല്ലുകൾ ഉപയോഗിച്ചപ്പോൾ 3 സെല്ലുകളുടെയും കൂടെ കറണ്ട് കൂട്ടിയാണ് സീരീസ് കോമ്പിനേഷനിൽ വരുന്നത്. അതായത് ഇപ്പം എ എന്ന് പറയുന്നത് തന്നെ നമുക്ക് നോക്കാം. എയ്ക്ക് ഇപ്പം ഒന്നാമത്തെ സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 ആണെന്ന് തന്നെ ഇരിക്കട്ടെ. 1.5 ആണെങ്കിൽ രണ്ടാമത്തെ സെല്ലിൻ്റെതും 1.5, സെയിം സെല്ലുകളല്ലേ അവിടെ കാണിച്ചിരിക്കുന്നത്. അത് തമ്മിലിൻ്റെ സമ്മായിരിക്കണം അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. അതിപ്പം സിയിലാവുമ്പോഴത്തേക്കോ 1.5 1.5 + 1.5 അല്ലേ. 3 സെല്ലുകളുടെയും കൂടെ കൂട്ടുന്നതാണ് എന്താണ്, ഇലക്ട്രിക് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്, സിയിലാണ്. അവിടെ നമ്പർ ഓഫ് സെൽസിൻ്റെ എണ്ണം കൂടുതലാണ്. ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. എന്ത്, സെൽസ് റീചാർജബിളും അതുപോലെ തന്നെ നോൺ റീചാർജബിളും. നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള 2 ഉപകരണങ്ങളുടെ ഫോട്ടോസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണത്, ക്ലോക്കും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പം ക്ലോക്കും മൊബൈൽ ഫോണും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും? നിങ്ങൾക്കൊന്ന് പെട്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. തീർച്ചയായിട്ടും ശരിയാണ് നിങ്ങൾ പലരും പറഞ്ഞത്. ക്ലോക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അല്ലേ. മൊബൈൽ ഫോണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് റീചാർജബിളും അതുപോലെ തന്നെ ക്ലോക്ക് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് നോൺ റീചാർജബിളുമായിട്ടുള്ളതാണ് അല്ലേ. അതിൻ്റെ തമ്മിലുള്ള പ്രത്യേകത എന്താണ്, അതിൻ്റെ ബാറ്ററീസാണ്. മൊബൈൽ ബാറ്ററി എന്ന് പറയുന്നത് റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററിയും ക്ലോക്കിൻ്റെ ബാറ്ററി, അതായത് ഡ്രൈ സെൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സെൽസ് നമുക്കൊരിക്കലും യൂസ് ആൻഡ് ത്രോ ബാറ്ററീസ് അല്ലെങ്കിൽ സെൽസല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സെൽസ് നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒഴിവാക്കാനേ സാധിക്കത്തുള്ളൂ. അത് റീചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതും റീചാർജ് ചെയ്യാൻ സാധിക്കാത്തതുമായ ചില ഡിവൈസസിനെ കുറിച്ച് ഒന്ന് നോക്കിയാലോ. റീചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഡിവൈസസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മൊബൈൽ ഫോൺസ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ടൂത്ത് ബ്രഷസ്, പവർ ബാങ്ക്, ഇവയെല്ലാമാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, റീചാർജബിൾ ആയിട്ടുള്ള ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോൺ റീചാർജബിൾ ഡിവൈസസ് ഒന്ന് നോക്കിയാലോ. അതായത് നമ്മൾ ഡ്രൈ സെൽസ് യൂസ് ചെയ്യുന്ന ഡിവൈസസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ റീചാർജബിൾ കാറ്റഗറിയിലിട്ട് വരുന്നുണ്ട്. അതാണ് TV റിമോട്ട് കൺട്രോള്, വാൾ ക്ലോക്ക്, ഡിസ്പോസിബിൾ ഫ്ലാഷ് ലൈറ്റ്സ്. ചില ടോയ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ചെറിയ ഡ്രൈ സെൽസ് ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന ടോയ്സ് ഉണ്ടല്ലോ. എല്ലാ ടോയ്സും അല്ല, ചില ടോയ്സും ഉണ്ട്. അങ്ങനെയുള്ള ടോയ്സും എന്താണ് ഈ കൂട്ടത്തിൽ വരുന്നതാണ്.
അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ ഇത്രയാണ് പഠിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ, ഒന്ന് പെട്ടെന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളെന്താണ് സെൽസ്, അതായത് സെല്ല് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെന്താണ് ഒരു ലാമ്പ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്? നമുക്ക് ബൾബ് വേണം, ബാറ്ററി വേണം, വയേഴ്സ് വേണം, പിന്നെ അതിനൊരു സ്ട്രക്ചർ രൂപീകരിക്കാനായിട്ട് കാർഡ്ബോർഡോ പ്ലാസ്റ്റിക് ബോട്ടിലോ വുഡോ അങ്ങനെ എന്തെങ്കിലും ഒരു മെറ്റീരിയലും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എവിടെ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു, എവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി നമുക്ക് ലഭിക്കുന്നത്, ആ തരുന്ന ഡിവൈസിനെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതിന് ഡിഫറെൻറ്റ് എക്സാമ്പിൾസാണ് ജനറേറ്റർ, സോളാർ സെൽസ്, ഇലക്ട്രിക് സെൽസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പറഞ്ഞു. 2 സെല്ലുകൾ കൂടുന്നതാണ് ബാറ്ററി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സീരീസ് കണക്ഷനിൽ ഏത് 3 ഓപ്ഷൻസ് തന്നു. സീരീസ് കണക്ഷനിലുള്ള സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റും അതിനകത്ത് സെൽസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇലക്ട്രിസിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ റീചാർജബിളും നോൺ റീചാർജബിളുമായിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണെന്നും അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കിയുള്ളത് നാളെ അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.